1432 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം ഡോക്ടർ രമാദേവി അമ്പാടി മാഡമാണ്. ഡോക്ടർ കൊച്ചി നോർത്ത് പറവൂർ അമ്പാടി ഹോമിയോ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യനാണ്. വന്ധ്യത ചികിത്സയിൽ കേരളത്തിന്റെ അഭിമാനമാണ്. ഉന്നതമായ വിവിധ അവാർഡുകൾ നേടിയ വ്യക്തിത്വമാണ്. 50 വർഷത്തെ ചികിത്സാ പരിചയമാണ്. ഇതിനോടകം അനേകം ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തന്നിട്ടുള്ള ഡോക്ടറാണ്. ഇന്ന് നമ്മളുടെ വിഷയം അമ്പാടി ഡോക്ടറോടൊപ്പം ചോദ്യോത്തര വേദി എന്നതാണ്. ഈ ഒരു പരിപാടിയിലേക്ക് ഡോക്ടർ രമാദേവി അമ്പാടി മാഡത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാഡം തുടങ്ങാം. താങ്ക് യു ഡോക്ടർ മറിയാമ്മ. ഞാൻ ഈ ധനേഷിനെ എന്താ ചെയ്യണ്ടേന്നാ വിചാരിക്കുന്നത്. ഇന്നലെ ഞാൻ എൻ്റെ റിജി റഷീദിന്റെ ഫോൺ ആക്ട് കണ്ട് അങ്ങനെ രസിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ ഒരു ബോംബ് പൊട്ടിക്കുന്ന പോലെ ഒരു വിളി. ഡോക്ടറെ സുഖമാണോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു അപ്പോഴേ എനിക്കറിയാം എന്തിനാണ് ഈ ചോദിക്കണേന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ധനേഷ് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞു. അവരും പറഞ്ഞു നാളെ ആരെയും കിട്ടിയിട്ടില്ല ഡോക്ടറെ, ഒരു ക്ലാസ് എടുക്കണം. അപ്പൊ ഞാൻ എനിക്കറിയാം ഭാഗ്യവും ഹൈലിയും ശാന്തയും ഞാനും ഒക്കെ SOS അത്യാവശ്യത്തിന് ഉപകരിക്കാനുള്ള ആൾക്കാരാ. അതുകൊണ്ട് പിന്നെ ഈ 1432 ദിവസം ഇങ്ങനെ ഇടതടവില്ലാതെ ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഈ കുട്ടികൾ ചോദിക്കുമ്പോൾ നോ എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. എനിക്ക് ശാന്തയ്ക്കും ഭാഗ്യത്തിനും ആർക്കും സാധിക്കണില്ല. അതുകൊണ്ട് ഞങ്ങള് എനിക്കാണെങ്കിൽ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ 102 ഡിഗ്രി പനിയുണ്ട്. എന്നിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ എന്താ പറയണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ആ കുട്ടി അസൂയയെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്കത് ഭയങ്കരമായിട്ട് എന്ത് രസമായിട്ട് ആ കുട്ടി ഇത് ടോപ്പിക് പ്രസന്റ് ചെയ്തത്. നല്ല മോണോ ആക്ട് ആയിട്ട് അല്ലെ, എല്ലാരും പറയണ്ടായിരുന്നു ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. നല്ല മിടുക്കത്തിയായിട്ട് എല്ലാം പറയണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ അസൂയയെ പറ്റി 2 കൊല്ലത്തിന് മുമ്പ് ഞാൻ അസൂയ ഈ ജലസ് എന്ന ഒരു റൂബ്രിക് എടുത്ത് ഞാൻ കുറേ മെഡിസിൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇന്നലെ ധനേഷ് വിളിച്ചു. പിന്നെ എനിക്കിന്ന് എണീക്കാൻ വയ്യായിരുന്നു. ഞാൻ ശാന്തയും ഹരിയെയും ഭാഗ്യത്തിനെയൊക്കെ ചട്ടം കെട്ടി ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് അഥവാ വയ്യാതെ വന്നാൽ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും ഈ ജലസിനെ പറ്റി എനിക്ക് പറയാനുള്ള ഇത്, എൻ്റെ ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റിന് ഒരു മുറിയിൽ നിന്ന് മാറി കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഈ മസിൽ പിടുത്താണ്. മസിൽ പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലംബാർ മസില്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഇതായിട്ടുള്ള നമുക്ക് ഇങ്ങനെ അനങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടാണ് ആ കുട്ടിക്ക് ഉണ്ടാവുന്നത്. വേറൊരു മുറിയിൽ കിടന്നാൽ മാത്രമേ ആ കുട്ടിക്ക് ഉള്ളൂ അങ്ങനെ ഒരു കംപ്ലൈന്റ്. അപ്പൊ ഞാൻ കുപ്രമെറ്റും അതും ഇതൊക്കെ ഞാൻ കുറേ മെഡിസിൻ കൊടുത്തു, ആർണിക്കയും റെസ്റ്റോക്സും ഒക്കെ കൊടുത്തു. എന്നിട്ടൊന്നും ഒരു കുറവുമില്ല. അവസാനം ഞാൻ ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഈ കുട്ടിയോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ അന്ന് റൂം മാറി കിടന്നുകൂടെയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു റൂം മാറി കിടന്നാൽ കുഴപ്പമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെന്താ റൂം മാറി കിടക്കാത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു എൻ്റെ അനിയൻ വന്നിട്ടുണ്ട് ഫോറിൽ നിന്ന്. അനിയൻ വരുമ്പോൾ അനിയനും ഇവരുടെ ഒരു പെങ്ങളും 3 പിള്ളേരാണ്. അവരുടെ അനിയനും പെങ്ങളും വരുമ്പോൾ ഇവരുടെ മുറി മാറിക്കൊടുക്കും. ഇവരുടെ 3 ബെഡ്റൂമാണ്, 2 കോമൺ ബാത്റൂമാണ്, ഇതിന് മാത്രമേ അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളൂ. അപ്പൊ ഈ കുട്ടികൾ ബ്രദറും സിസ്റ്ററും വരുമ്പോൾ ഈ മുറി മാറിക്കൊടുക്കും. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അല്ല ഈ മറ്റേ മുറി കിടക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് ഇത്. അപ്പൊ ഞാൻ ഈ കൊച്ചിനോട് ചോദിച്ചു, മോള് സത്യം പറ, നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ മോള് ഒരു അസൂയ തോന്നണ്ടോ മനസ്സിലെന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് അസൂയ തോന്നുന്നുണ്ട് ഡോക്ടറെ. അവര് വരുമ്പോ അവർക്ക് അത് ഉപയോഗിച്ചൂടെ, എന്തുകൊണ്ട് എന്നെ മാറ്റണം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ കൊടുത്തത് ഹയോസ്യാമസ് ആണ്. ഹയോസ്യാമസ് കൊടുത്ത് പിന്നെ ആ കുട്ടിക്ക് വന്നിട്ടില്ല ഈ ഇത്. ഇപ്പൊ ഈ ജലസിന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഏറ്റവും മനസ്സിൽ വരണത് ജലസ് ഇൻ ഫീമെയിൽ എപ്പിസ്. ഈ എന്താണ് പറയണേ, തേനീച്ച ആ റാണിയത്തോളം ഇത് എന്താണ് ഈ അസൂയുള്ള വേറെ ഒരു ജീവി ഇല്ലെന്നാ പറയുന്നത്. അതുപോലെ തന്നെ ഇൻ മെയിൽ നക്സോമിക്കാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ജലസി പെണ്ണിന് ഒരു ലേഡിക്ക്
ഒരു ജലസം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഉടനെ എപ്പിസിന് നോക്കും. മെയിലിനാണെങ്കിൽ ഞാൻ ഈ എന്താണ് നക്സോമിക്കാണ് നോക്കാറുള്ളത്. പിന്നെ ഈ എപ്പിസിന്റെ ഒരു ഇതെന്ന് വെച്ചാല് എപ്പിസിനെ ഈ എപ്പിസ് വിമനെ ഭയങ്കര പാടാണ് അവരെ ഒന്ന് പ്ലീസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇങ്ങനെ ഒന്നും പ്ലീസ്ഡ് ആവില്ല ഇവര്. പിന്നെ അതുപോലെ തന്നെ അവര് ഈ എപ്പിസോഡിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഹയോസ്യാമസ് പോലെ അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാല് അവർക്കൊരു അസൂയൊക്കെ വന്നാൽ അവര് ലൈംഗിക ചൊവ്വയുള്ള ഭാഷ സംസാരിക്കും ഈ എപ്പിസ്. അതേ സമയത്ത് ഈ ഇവര് എന്താ പറയണേ ഹയോസ്യാമസും അങ്ങനെ പറയും. പക്ഷെ ഹയോസ്യാമസിന് ഈ പറയുന്നതിന് കൂടെ അവര് ഫിസിക്കൽ എക്സ്പ്രഷൻ കൂടി ഫിസിക്കൽ ഇതും കൂടി കാണിക്കും, എക്സ്പോസറും കൂടി ഉണ്ട്. നേരെ മറിച്ച് എപ്പിസ് അങ്ങനെയല്ല. എപ്പിസ് വളരെ ഡീസന്റാ. ഇങ്ങനെ അവര് ചെറിയായിട്ടുള്ള വാക്കുകളാ പറയണേന്നും കൂടി നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് മനസ്സിലാവില്ല. പക്ഷെ അവര് ഈ സെക്സ് കലർന്ന് ഒരു സംസാരമാണ് ഈ ഇത് പറയുന്നത്. പിന്നെ അവർക്ക് അതുപോലെ തന്നെ അവർക്ക് പിന്നെ ഒരു ഇതുണ്ട്, അവർക്ക് എപ്പോഴും ഒരു പേടിയുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ആരെങ്കിലും പോയിസൺ ചെയ്യോ എന്നൊക്കെയുള്ളൊരു ആ ഒരു പേടിയുണ്ട്. അവർക്ക് എല്ലാവരോടും ഒരു അസൂയാണ്. പിന്നെ പിന്നെ രണ്ടാമത് ഇവർക്ക് ഒരു ഇത് വരുന്നത് ഇതിന്റെയൊക്കെ റൂട്ട് കോസ് ഡിസപ്പോയിന്റഡ് ലവ് ആണ്. അവർക്ക് എപ്പോഴെങ്കിലും അവരുടെ ഒന്നുമില്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ അവർക്ക് ഈ എന്താണ് പറയണേ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇത് വരാൻ ചാൻസ് ഉണ്ട്, ഈ ജലസ്. അപ്പൊ നമുക്ക് ആലോചിക്കാം ഹയോസ്യാമസ്. നമുക്ക് ഹയോസ്യാമസിന്റെ ജലസിന് നല്ല പ്രത്യക്ഷമായ ഒരു ഉദാഹരണം നമുക്ക് ഈ ഇടയ്ക്ക് കിട്ടിയല്ലോ അല്ലെ. ഹ്യൂബർട്ടിന്റെ നാട്ടിലെ തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ വേറൊരു ലേഡി അല്ലേ ഹ്യൂബർട്ട് NHM ഓഫീസറെ വെടിവെച്ച്. അത് തന്നെ. അവര് അതായത് ഇവര് ഭർത്താവുള്ള സ്ത്രീയാണ്. മറ്റേ ആ വെടിവെക്കപ്പെട്ട സ്ത്രീയുടെ ഭർത്താവുമായിട്ട് ഇവർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ അസൂയ കൊണ്ടാണ്. ഇതേ അസൂയ ലാക്കസിസിനും ഉണ്ട്. പക്ഷെ ലാക്കസിസ് ഇത്രയും ധൈര്യപ്പെടില്ല. ലാക്കസിസ് എന്തെന്ന് വെച്ചാല് ലാക്കസിസ് വേണമെങ്കിൽ ഒരു കുറച്ച് ഈ ഗുണ്ടകളെ അയക്കും. ഗുണ്ടകളെ ചട്ടം കെട്ടിയിട്ട് അവരോട് പോയി പറയും, അവരോട് ഇവരെ വെടിവെക്കാൻ പറയും. ഹയോസ്യാമസിനെ പോലെ നേരെ കയറി ചെല്ലൂല. നേരെ മറിച്ച് ഹയോസ്യാമസിനെ അങ്ങനെയല്ല, അതിനൊരു വീണ്ടു വിചാരമില്ല. അതുകൊണ്ടാണ് അവര് ഏത് പ്രായത്തിലാണെങ്കിലും ഈ ചേരിയിലൊക്കെ കാണാം ചെറിയ പ്രായത്തിലുള്ള ഒരു 10, 30, 35 വയസ്സുള്ള സ്ത്രീകളൊക്കെ മഹാവൃത്തികേടായിട്ടുള്ള വിധത്തിൽ സംസാരിക്കുന്ന, അവര് തമ്മിൽ തല്ലുപിടിക്കുമ്പോൾ ഓരോന്ന് പറയണൊക്കെ ഇപ്പഴില്ല കേട്ടോ. ഞാനൊക്കെ ഒരു 10-40 കൊല്ലത്തിനൊക്കെ മുമ്പ് പല പ്രാവശ്യവും എനിക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണേണ്ടി വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങള് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഇല്ല. ഈ ഹയോസ്യാമസ് ഞാൻ അങ്ങനെ ഒന്നും ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. പക്ഷെ അന്ന് ഈ ഹയോസ്യാമസ് എന്റെ ശരിക്കും അവര് ആ ഒരു വൃത്തികെട്ട ഒരു ഇത് കാണിക്കുന്ന ഒരു ഇത് കാണാം. എപ്പിസിന് പക്ഷെ എപ്പിസ് പറഞ്ഞില്ലേ, എപ്പിസ് വളരെ ഡീസന്റാ. ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ അവര് ഇങ്ങനെ ഒന്നും അങ്ങനെ ഇതായിട്ട് വിട്ടുകൊടുക്കില്ല, ഇങ്ങനെ ഇതായിട്ട് പറയുന്നത്. പിന്നെ ഹയോസ്യാമസ് പിന്നെ ഈ ഇങ്ങനെ നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന ജലസാണ് ഹയോസ്യാമസിനും ലാക്കസിസിനും. പക്ഷെ ഹയോസ്യാമസിനും ലാക്കസിനും ഭ്രാന്ത് പിടിക്കുന്ന ഇതാണെങ്കിലും ഈ ലാക്കസിസ് നേരെ ഫൈറ്റ് ചെയ്യില്ല. അവര് ആളെ വിട്ടോ അല്ലെങ്കിൽ ഗുണ്ടകളെ വിട്ടോ അല്ലെങ്കിൽ പതുക്കെ ഇത് ചെയ്തോട്ടാണ്. നേരെ മറ്റേ ഹയോസ്യാമസിന് ഒരു വീണ്ടു വിചാരം ഇല്ല. അങ്ങനെയാണ് അവര് ഇപ്പൊ നമ്മുടെ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, they attempt to murder വിത്ത് ജലസി. അങ്ങനെ ആ ഒരു ഇത് പറയുന്നുണ്ട്. അത് എത്ര കറക്റ്റ് ആയിട്ടാണ് നമ്മള് ഇത് കാണുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഈ ഇൻസിഡന്റും കൂടി വന്നു കഴിഞ്ഞപ്പോ നമുക്കത് നല്ലോണം മനസ്സിലായില്ലേ. പിന്നെ അതുപോലെ തന്നെ ഇവര് ഈ ഹയോസ്യാമസിന് വേറൊരു അവര് പക ഉള്ളിൽ സൂക്ഷിക്കും. നമ്മുടെ നാറ്റമൂറും പക ഉള്ളിൽ സൂക്ഷിക്കും. പക്ഷെ നാറ്റമൂർ എക്സ്പ്രസ് ചെയ്യില്ല. അവര് ഉള്ളിലുണ്ട് അവരുടെ. പക്ഷെ അവര് ആ പകയുള്ള അവര് ആയിട്ട് ഇവർക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നാലും അവര് നല്ല വിധത്തിൽ അവരോട് പെരുമാറും. പക്ഷെ അവരുടെ ഉള്ളിൽ ഹാർട്ട് ഓഫ് ഹാർട്ടിൽ അവർക്ക് ഇതുണ്ട്. നേരെ മറിച്ച് നൈട്രിക് ആസിഡിനും ഇതുണ്ട്, ഇതുപോലെ തന്നെ പക. പക്ഷെ നൈട്രിക് ആസിഡ് അത് കാണിക്കും നേരെ. ഇപ്പൊ ഈ ഇതൊരു എന്താണ് ഹയോസ്യാമസിനെ പോലെ
ഈ എന്താ പറയണേ വിൻഡിക്റ്റീവ് ആ ഒരു പക കൊണ്ട് ഉപദ്രവിക്കാനൊന്നും ചെല്ലൂല ഈ ലാക്ടോസിസും അതുപോലെ തന്നെ ഈ എന്താ പറയണേ എപ്പിസോഡ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇനി ഒരെണ്ണം ഇത് ഞാൻ കാണുന്നത് ഈ ചില പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല അവർക്ക് ഇപ്പൊ ഉള്ള ഒരു ട്രെൻഡാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഡോക്ടറെ ഞാൻ കല്യാണം കഴിച്ചാൽ അവർക്ക് അടിമപ്പെടണം, അവരുടെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കും അതൊരു അസൂയല്ലേ ഈ ഇത് പറയണേന്ന് വെച്ചപ്പോ ഇവര് ചിരിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് അവർക്ക് ഒരാളുടെ അതില് അവരുടെ സ്വാതന്ത്ര്യം കണ്ട് വിട്ടുകൊടുക്കാൻ ഇവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അവർ ആ മാരേജിന് ഒരു ഇത് തോന്നുന്നത്. ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് 2-3 പേര് പേഷ്യൻസ് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികളെ ചെയ്യുന്നില്ല എന്ന് അവർക്ക് ലാക്ടസിസ് 10 ഞാൻ അന്നൊക്കെ ഒരു 3-4 കൊല്ലത്തിനൊക്കെ മുമ്പ് 10 3 ഡ്രോപ്പ് ഒഴിച്ചിട്ട് 30 ഞാനും ശാന്തയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. 30 ഡോസായിട്ട് പ്ലസ്സിംഗ് മെത്തേഡിൽ എടുക്കും, എന്നിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടി മാരേജിന് സമ്മതിച്ചു. ഇപ്പൊ 2 പിള്ളേരുണ്ട്, ഇരട്ട പിള്ളേരും ഉണ്ട് ഇപ്പൊ. പിന്നെ 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 ഈ ലാക്ടോസിസിന് ഇനിയൊരു ഇതാന്ന് വെച്ചാല് അവര് പറഞ്ഞില്ലേ അവർക്ക് ആ ഒരു ഭ്രാന്ത് പിടിക്കുന്ന ഇതാണ്. അതേ സമയത്ത് അവര് ഭയങ്കര സസ്പീഷ്യസും ആയിരിക്കും. ഈ അസൂയ കൊണ്ട് അവർക്ക് പേടിയാ, അവര് എന്തെങ്കിലും ചെയ്തു കളയുന്നുള്ളൊരു സസ്പീഷനും കൂടി ലാക്ടോസിസിന് ഉണ്ടാവും. പിന്നെ ലാക്ടോസിസിന്റെ ഒരു ഇതെന്ന് വെച്ചാല് ഈ ലാക്ടോസിസ് പറയുന്നത് വെച്ചാൽ അസൂയ കൊണ്ടാണത്. കാരണം ഒന്നുകിൽ ഭാര്യയ്ക്ക് കുറച്ച് കഴിവുണ്ടാവും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവള് സ്മാർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അവള് ഇതായിട്ടുള്ള കുടുംബത്തിലായിരിക്കും. പക്ഷെ ലാക്ടോസിസിന്റെ ഒരു വിചാരം ഈ വൈഫ് ഫെയ്ത്ത്ലെസ് ആണ്, അവളോട് വലിയ അവള് ഒരു ലോയൽ അല്ല എന്നോട് എന്നുള്ള ഒരു വിചാരം ഈ ലാക്ടോസിസ് ഹസ്ബൻഡിനുണ്ട്. അതേ സമയത്ത് ഈ എന്താണ് പറയണത് ശ്രമോണിയത്തിനും ഉണ്ട് ഇങ്ങനെ. ഈ എന്താണ് ശ്രമോണിയം പറയുന്നത് വെച്ചാല് ഈ ഹസ്ബൻഡ് എന്നെ ശ്രദ്ധിക്കണില്ല ഡോക്ടറെ, മറ്റുള്ളവരെയൊക്കെ അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും, എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ആൾക്കാരെയും എൻ്റെ ആര് വന്നാലും അവരെ ഗതിയും, പക്ഷെ എന്നെ മാത്രം അങ്ങനെ ശ്രദ്ധിക്കില്ലെന്ന് പറയും. അത് ഈ ശ്രമോണിയത്തിന്റെ ഈ അസൂയാണ്. പിന്നെന്താ പിന്നെ ഈ വേറൊരു ഇതുണ്ട്. ഈ എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ട്. ആ പേഷ്യന്റിന് 3-4 പട്ടികളുണ്ട്. ഇത് എപ്പോ നോക്കിയാലും ഈ പട്ടികളുടെ പിന്നാലെ അതിനെ കുളിപ്പിക്കലും ഇതൊക്കെയാണ്. ഈ ഹസ്ബൻഡിന് ഭയങ്കര ദേഷ്യ. അപ്പൊ അയാൾക്ക് എന്തോ ഒരു യൂറിനറി കംപ്ലൈന്റ് വന്നപ്പോൾ ഞാൻ അങ്ങേർക്ക് കോസ്റ്റിക്കം കൊടുത്തു. കോസ്റ്റിക്കത്തിനുള്ള ഒരു പ്രത്യേക ഇതാണ്, അവർക്ക് ഈ മൃഗങ്ങളോട് ഒരു അസൂയ തോന്നും. ആ മൃഗങ്ങളോട് അസൂയ തോന്നുന്നത് അവര് പെറ്റായിട്ട് അവരുടെ ആരെങ്കിലും മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അവരെ പെറ്റായിട്ട് നോക്കുന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഇത്. ഞാനത് എവിടെയാ വായിച്ചതെന്ന് എനിക്ക് നിശ്ചയമില്ല. ഞാനത് കോസ്റ്റിക്കം കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ പിന്നെ ഈ ലാക്ടോസിസ് പേഷ്യന്റ് അസൂയ മൂത്ത് കുടിക്കാൻ തുടങ്ങും. മനസ്സിലായോ? അത് തന്നെ എന്താണ് ഈ ഹയോസ്യാമസിനും ഉണ്ട്, നക്സോമിക്കും ഉണ്ട്, പൾസാറ്റിലേക്കും ഉണ്ട്. ഈ ഇങ്ങനെ അസൂയ കൊണ്ട് കുടിക്കാൻ പോകുന്നത്. അവർക്ക് വന്ന ആ ഒരു ഇത് അവർക്ക് ഇറസിസ്റ്റബിൾ ആണെന്നാ പറയുന്നത്. അവർക്കത് തടയാൻ പറ്റണില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ലാക്ടോസിസിന്റെ വേറൊരു ഇതെന്ന് വെച്ചാല് ലാക്ടോസിസ് ഹസ്ബൻഡ് വളരെ ജെന്റിലാണ്, മറ്റുള്ളവർക്ക് മുമ്പിലൊക്കെ വളരെ ജെന്റിലാണ്. പക്ഷെ ഈ അസൂയ വന്നു കഴിഞ്ഞാൽ അയാൾ വളരെ ബ്രൂട്ടൽ ആവുന്നുണ്ട്. അയാള് ഇതിനെ വൈഫിനെ അടിക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ അവർക്ക് കറ്റാലക്സി, അതായത് ആ ഒരു മസിൽ പിടുത്തം, അത് ഈ അസൂയ കൊണ്ട് ഉള്ള മസിൽ പിടുത്തത്തിന് ഹയോസ്യാമസും ലാക്ടോസിസും ഉഗ്ര മെഡിസിൻ ആണ്. പിന്നെ ഒരു ഈ ഇതില് ലാക്ടോസിസിന്റെ ഒരു ഇതെന്ന് വെച്ചാല് എൻ്റെ ഒരു പേഷ്യന്റ്, ആ കുട്ടി എന്താണ് സാനിറ്ററി പാഡ് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ കൊടുക്കില്ല ഈ ഇതില്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ കൊടുക്കാത്തത്, ഉണ്ടായിട്ടും കൊടുക്കാത്ത എന്താന്ന് ചോദിച്ചപ്പോ പറയണേ അവർക്കൊന്നും ഒരു വേദനയില്ല ഡോക്ടറെ, എനിക്കാണെങ്കിൽ വേദന വെച്ച് ഞാൻ 3 ദിവസം ഇങ്ങനെ ഈ വേദന കൊണ്ട് ഞാൻ പൊളയുന്നു. അതിന് വളരെ നല്ലൊരു ജലസി, ഈ ഡിസ്മെനോറിയയുടെ സമയത്ത് ഭയങ്കര ജലസായിരിക്കും അവർക്ക് മറ്റുള്ളവരോട്. പിന്നെ എന്താ പറയുന്നത്,
പിന്നെ അതുപോലെ തന്നെ അവര് ഇങ്ങനെ അവരെ കൊല്ലണം എന്നുള്ള വിചാരമൊക്കെ ഉണ്ടാവും. പക്ഷെ നേരെ ചെന്ന് കൊല്ലൂല. അയോസ്യാമസ് ചെല്ലുന്ന പോലെ വിഡ്ഢിത്തമൊന്നും കാണിക്കില്ല. അവര് വേറെ ഏതെങ്കിലുമൊക്കെ വിധത്തില് അവര് ഇത് ചെയ്യുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ലാക്രസീസ് വൈഫിനെ അടിക്കും ഇങ്ങനെ ഈ ഇതുകൊണ്ട്. പിന്നെ വൈഫിന് വേറൊരു സുഖേടുണ്ട്. അവര് മുടി ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ മുടി ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇതാക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ അവർക്ക് അസുഖം വരുമ്പോ അവരുടെ ഈ ഫ്രണ്ടിലെ അല്ലെങ്കിൽ ഒരു വശത്തെ മുടി ഒന്നും ഉണ്ടാവില്ല. അത് അവര് ഇങ്ങനെ ആ ഒരു പ്രത്യേക സ്വഭാവം അവർക്കുണ്ട് ഈ ലാക്രസിന്റെ ഇതിന്. അവർ ആ മുടി ഇങ്ങനെ പിടിച്ച് വലിച്ച് അവര് പൊട്ടിക്കുക അല്ലെങ്കിൽ അവര് ഇതാക്കി കളയുകയോ ചെയ്യും, വലിച്ചു കളയുകയോ ചെയ്യും. പിന്നെ എന്താ ആ പിന്നെ ലാക്രസിനോട് ഇവർക്ക് ഈ ലാക്രസിന്റെ ഹസ്ബൻഡിന് ദേഷ്യം അല്ല അസൂയ വരാനായിട്ട് ഒരു കാര്യമുണ്ട്. ലാക്രസിസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത് അച്ചട്ടായിട്ട് നടക്കും. അത് കാണുമ്പോൾ എല്ലാവരും അവളെ ഇത് ചെയ്യും. അവള് പറഞ്ഞതാണ് കണ്ടോ അതുപോലെ നടന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഹസ്ബൻഡിന് അസൂയ തോന്നുന്നുണ്ട്. അത് ഹസ്ബൻഡിന് അസൂയ വരാനുള്ള ഒരു കാരണമാണ്. പിന്നെ എന്താ പറയുക, പിന്നെ പിന്നെ പൊതുവെ ഇത് വരുന്നത് ഡിസപ്പോയിന്റഡ് ലവിൽ നിന്ന് വരുന്നത് നമുക്കറിയാലോ അല്ലെ. എപ്പിസ, അയോസ്യാമസ്, ലാക്രസിസ്, നാട്രമൂർ, ഇഗ്നേഷ്യ ഒക്കെയാണ്. പിന്നെ ഈ ഈ എന്താ പറയണേ, ഈ ഈ ജലസി വരുമ്പോൾ അവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കും. വഴക്കുണ്ടാക്കുമ്പോൾ അതിന് കൽക്കരിയ സൾഫ് നല്ല നല്ല മെഡിസിനാ. കൽക്കരിയ സൾഫും സെൻട്രിസും. ഇതെനിക്ക് ഒന്ന് രണ്ട് കേസേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് അവര് അത് വെച്ചാൽ അതിൽ അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പിസിന്റെ പോലെ റൈറ്റ് ഓവറിക്ക് ഭയങ്കര വേദനയായിരിക്കും. അവര് നിസ്സാര കാര്യത്തിന് അവർക്ക് ഒരു വഴക്കുണ്ടാക്കും ആൾക്കാരോടെല്ലാം. ഒരു കുടം വെള്ളത്തിന്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടും വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ എൻ്റെ പേഷ്യന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇതില്. അപ്പൊ അങ്ങനെ അവര് വളരെ എന്നുവെച്ചാൽ അസൂയ കൊണ്ടാണ് അവർക്ക്. അവരുടെ വീടിന് മുമ്പിലാണ് ഈ ടാപ്പ്. അപ്പൊ ഇവർക്ക് വേഗം ചെന്ന് എടുക്കാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ ഒരു ദേഷ്യത്തിൽ ഇവർക്ക് അവരോട് ഭയങ്കര ദേഷ്യമാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് ഈ റൈറ്റ് സൈഡ് ഇതിൽ വന്നിട്ട് ഞാൻ അവർക്ക് കൊടുത്തത് സെൻട്രിസ് ആണ്. സാധാരണ സ്റ്റേക്ക് റെമഡീസ് ലെഫ്റ്റ് സൈഡ് ആണല്ലോ. പക്ഷെ സെൻട്രിസ് സ്റ്റേക്ക് റെമഡിയാണ്. പക്ഷെ അത് റൈറ്റ് സൈഡിലുള്ള ഓവേറിയൻ പെയിന് ഏപ്പീസ് പോലെ നല്ലോണം ആക്ട് ചെയ്യും. ആ പിന്നെ ഈ നമ്മുടെ ഇപ്പിക്കോക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഇപ്പിക്കോക്ക് വിചാരിക്കുന്നത് വെച്ചാല് അവർക്ക് ഒരു എന്തെങ്കിലും ഒന്നില്ല അവരതിനെ എന്തിനാ ഇത്ര വലിയ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി നല്ലോണം അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവര് എന്തെങ്കിലും നന്നായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ എഴുതും അത് അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയതിനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞാല് ഈ ഇവർക്ക് ഈ എന്താണ് ഇപ്പിക്കോക്കിന് ഭയങ്കര ദേഷ്യ. അവർ ചോദിക്കുന്നു ഇത്രപ്പെടുത്തും ഇങ്ങനെ പറയാൻ ഇപ്പൊ ഇങ്ങനെ പുകഴ്ത്താൻ എന്താണ് എന്നുള്ള വിധത്തില് ഈ ഇപ്പിക്കോക്ക് ഒരു സിംറ്റമാണ്. പിന്നെ പിന്നെ അവര് ഇപ്പിക്കോക്കിന്റെ വേറൊരു ഇതെന്ന് വെച്ചാൽ അവർക്ക് എല്ലാത്തിലും ഒരുതരം നിന്നയാണ്. അതായത് അവരൊരു ഇതിപ്പോ ഒരു ഇത് വാങ്ങിച്ചു കൊടുത്താൽ ഇത്രയും നല്ല ഇത്രയും ഇതിനെക്കാട്ടും നല്ല കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനെക്കാട്ടും നല്ലതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഒരു കണ്ടംപ്റ്റ് ഫീലിംഗ് ഈ ഇപ്പിക്കോക്കിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ കുട്ടികള് ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയും. ഇങ്ങനെ ഇതില് എന്തെങ്കിലും ഈ അസൂയ കൊണ്ട് അത് മറ്റുള്ള കുട്ടികളോട് അസൂയ അല്ലെങ്കിൽ ചേച്ചിയോടുള്ള അസൂയ അല്ലെങ്കിൽ അനിയത്തിയോട് ആവശ്യമില്ലാതെ ഇങ്ങനെ കരയും. അതേ സമയത്ത് ഈ എപ്പിസിനും ഉണ്ട് ഇങ്ങനെ കൂടെ പിറപ്പുകളോട് ഒരു അസൂയ പോലെ. അതിന് അവര് ചിണുങ്ങേ ഉള്ളൂ. ഈ ഇപ്പിക്കൊക്കെ കരയണ പോലെ ഇങ്ങനെ കിടന്ന് മറ്റേ കാറി കരയില്ല. പിന്നെന്താ പറയുക, പിന്നെ ഈ ജലസ് എന്ന് പറഞ്ഞാൽ ആ വെർബാണല്ലോ. അതൊരു ജലസി ഒരു ഇതുള്ളതാണ്. ഈ പൾസാറ്റിലെയും സ്റ്റാൾസാഗ്രിയും പൊതുവെ എൻവിയാണ്. അവർക്ക് അവര് അസൂയുള്ള കൂട്ടരാണ് അവര്. മനസ്സിലായോ? അതാണ് ആ പൾസാറ്റിലെയും സ്റ്റാൾസാഗ്രിയുടെയും. പൾസാറ്റിലൊക്കെ എല്ലാരോടും അസൂയ എപ്പോ നോക്കിയാലും. അതേ സമയത്ത് ഏപ്പീസ് പോലെ അല്ല. പിന്നെ പൾസാറ്റിലെ പിന്നെന്താ കാര്യം എന്ന് വെച്ചാല് എങ്ങനെയെങ്കിലും അവരവരുടെ കാര്യം സാധിക്കും. ഈ അസൂയപ്പെട്ടെങ്കിലും എങ്ങനെയെങ്കിലും അവർക്ക് വേണ്ട സാധനങ്ങൾ അവരെ ബൈ ഹുക്കോ ക്രോക്ക് അവര് കാര്യം സാധിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇനി ഒരു ഇതുണ്ട്. ഈ അസൂയ കാരണം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതിന് കലാഡിയം, ലൈക്കോപോഡിയം, നക്സോമിക്ക ഒക്കെ നല്ല മെഡിസിൻസാണ്.
അവർക്ക് ഈ വൈഫിനോടുള്ള അസൂയായാലും മതി, അല്ലെങ്കിൽ എനിക്ക് കുട്ടികളില്ല, മറ്റേ ചേട്ടന് അല്ലെങ്കിൽ അവരുടെ കൂടെ വിവാഹം കഴിഞ്ഞ മറ്റുള്ളവർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇത് തോന്നുകയാണെങ്കിൽ അവർക്ക് അവിടെ നമുക്ക് പ്രത്യേകിച്ചും ജെന്റൽ ഓർഗനിൽ ഒരു ഇച്ചിങ്ങും കൂടി തോന്നുകയാണെങ്കിൽ കലാഡിയം നല്ല മെഡിസിനാണ്. പിന്നെ അതുപോലെ ഇറക്ഷന് എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ ഇജാക്കുലേഷന്റെ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ ലൈക്കോപ്പൊഡിയ നല്ലതാണ്. പിന്നെ 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 ഈ നക്സോമിക്ക നല്ലതാണ്. നക്സോമിക്ക പിന്നെ ഒരു ഇതെന്ന് വെച്ചാല് അവര് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യും. ഇങ്ങനെ ഈ നാറ്റമൂർ അങ്ങനെയല്ല. നാറ്റമൂർ ദേഷ്യമുണ്ട്, പക്ഷെ നാറ്റമൂർ അത് അടക്കി വെച്ചോണ്ടിരിക്കും. നക്സോമിക്ക അങ്ങനെയല്ല. നക്സോമിക്ക ഒരു ചാൻസ് കിട്ടാൻ കാത്തിരിക്കും ഇത് ഈ ഇത് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കോക്കൈൻ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ആ കോക്കൈനിന് അതിന്റെ അസൂയ എന്തിനാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, അതിനെല്ലാം ഉണ്ട്. പക്ഷെ സ്പീഡ് കൂടുന്ന സോറി കോക്കൈന് എന്ന് വെച്ചാൽ അവരുടെ ഏതെന്ന് വെച്ചാല് എന്താ പറയാ ഒരു ഒരു അവർക്കൊരു ഒരു അതിനൊരു യുക്തി നമുക്ക് പറയാൻ പറ്റൂല. എന്തിനാ നീ അസൂയപ്പെടണേന്ന് ചോദിച്ചാൽ ഇവർക്കെല്ലാം ഉണ്ട്. ഭംഗിയുണ്ട്, സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്. കൂടെ അനിയന്റെയോ അല്ലെങ്കിൽ നാത്തൂന്റെയോ അവരുടെ കൂടെ ആയിരിക്കും ഈ അസൂയ തോന്നുന്നത്. അതിന് ഒറ്റൊരു മെഡിസിനെ എനിക്ക് ഇഫക്റ്റീവായിട്ട് കിട്ടിയിട്ടുള്ളൂ കോക്കൈനാണ്. കോക്കൈൻ 200. നമുക്കൊന്നും പറയാനില്ല. എന്തിനാ നീ അസൂയപ്പെടണേന്ന് ചോദിച്ചാൽ അത് അറിഞ്ഞൂടാ, അതിനറിഞ്ഞൂടാ, എനിക്ക് അതിനോട് അസൂയ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്നത് ഒരു ഇതുണ്ട്. പിന്നെ എന്താ പിന്നെ ഈ കാലിയാഴ്സിനും ഭയങ്കര ഒരു അസൂയുണ്ട്. പക്ഷെ ആ കാലിയാഴ്ച ഒരു മെലങ്കാളിക് ആയിരിക്കും എപ്പോഴും. അവർക്ക് ഒന്നിനും ഒരു ഇതുണ്ടാവില്ല. ഒരു എന്താ പറയണേ, ഒന്നിനും ഒരു ഉഷാറുണ്ടാവില്ല കാലിയാഴ്സ്. അത് എനിക്ക് ഒന്നോ രണ്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി വരുന്നത് പറയുകയാണെങ്കിൽ ജലസി ബിറ്റ്വീൻ മെൻ. ഈ ആൾക്കാർക്ക് തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കുശുമ്പ. അതിനെ എനിക്ക് കിട്ടിയേക്കുന്ന 2-3 മെഡിസിൻസ് ആണ് ആഴ്സാൽബ്, ലാക്കസിസ്, ലൈക്കോപോഡിയം, പൾസാറ്റില, നക്സോമിക്ക, പാരാട്രമാൽബ്. ഈ ജലസി ബിറ്റ്വീൻ മെൻ. അത് തന്നെ ജലസി ബിറ്റ്വീൻ വിമൻ ആണെങ്കിൽ നാട്രമൂറ്, നക്സോമിക്ക, ആഴ്സാൽബ്, സെപ്പിയ. അതൊന്നുകൂടെ പറയണേ. ജലസി ബിറ്റ്വീൻ മെൻ, ആഴ്സാൽബ്, ലാക്കസിസ്, ലൈക്കോപോഡിയം, പൾസാറ്റില, നക്സോമിക്ക, പെരാട്രമാൽബ്. ജലസി ബിറ്റ്വീൻ വിമൻ, നാട്രമൂർ, നക്സോമിക്ക, ആഴ്സാൽബ്, സെപ്പിയ. ഇതൊക്കെ എനിക്ക് ഓരോ വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഇത് എനിക്ക് കിട്ടിയേക്കുന്നതാണ് കേട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല അന്ന് ഒരു കേസ് വന്നപ്പോൾ അങ്ങനെ ഞാൻ അപ്പൊ ഈ ഒരു ജലസിയെ പറ്റി ഇത് എഴുതിയെന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ജലസി ബിറ്റ്വീൻ ചിൽഡ്രൻ, ഈ പിള്ളേർക്ക് തമ്മിൽ തന്നെ ഒരു ദേഷ്യം ഉണ്ടാവും, ഒരു ഇതുണ്ടാവും. അതിന് ആഴ്സ്, നാട്രമൂർ, നക്സോമിക്ക, സെപ്പിയ. ഈ സ്കൂളിലെ പിള്ളേർ അവർക്ക് തമ്മിൽ വെറുതെ ഒരു ഇത്. പിന്നെ നാട്രമൂറിന് ജലസി കൊണ്ടാണ് അവേർഷൻ ടു മെൻ. അത് പക്ഷെ അവേർഷൻ ടു മെൻ വരുന്നത് അവർക്ക് there will be history of disappointed love. ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ആ ഒരു ഇതുണ്ടെങ്കിൽ അവർക്ക് പുരുഷന്മാരോട് ഭയങ്കര ഒരു അവേർഷനാണ്, ഒരു ജലസ്, ഒരു അസൂയാണ്. പിന്നെ അവര് നാട്രമൂറ് ഉള്ളില് പക വച്ചുകൊണ്ട് കിടക്കും. ഈ ഹയോസ്യാമസിനെ പോലെ തുറന്ന് കാണിക്കില്ല, എടുത്തു കാണിക്കില്ല. പിന്നെ അതുപോലെ ഷമോണി ഞാൻ പറഞ്ഞില്ലേ, ഷമോണിയത്തിന് എപ്പോഴും പറയും ഹസ്ബൻഡ് എന്നെ നെഗ്ലക്ട് ചെയ്യണു, പിന്നെ എപ്പോഴും എന്നെ എല്ലാവരുടെ മുമ്പിലും എന്നെ ഇങ്ങനെ കൊച്ചായിട്ട് കാണിക്കും ഡോക്ടറെ എന്നൊക്കെ ഷമോണിയം പറയും. അതേ സമയത്ത് ഈ ഹസ്ബൻഡിന്റെ വിചാരം ഇവള് നോട്ട് ട്രൂത്ത്ഫുൾ എന്നുള്ള ഒരു വിചാരം ഈ ഷമോണിയത്തിനുണ്ട്. ഇത്രയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവരോടൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് എടുത്ത് വെച്ച് ചെയ്യാണ്.
പോരെ? മാഡം 10 ആയിട്ട്. എന്തോ? ഏതായാലും ഇന്നലത്തെ ക്ലാസ്സിനോട് തുടർച്ചയായിട്ടുള്ള ഒരു ക്ലാസ്സായി വന്നു. ഇനിയും നമ്മൾ ഇന്ന് മാഡത്തിനോടൊരു ചോദ്യോത്തര വേള കൂടിയാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും മാഡത്തിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യും. അത് ഈ ക്ലാസ് തന്നെ ആകണമെന്നില്ലല്ലോ. മാഡത്തിനോട് എന്ത് ചോദ്യവും ചോദിക്കാമല്ലോ. ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്തേ ലതേ? ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തു. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ള ഒരു സംശയം എന്ന് വെച്ചാല് പിന്നെ കുട്ടികളോട് ഇപ്പം അച്ഛന് തന്നെ കുട്ടികളോട് വരെ അസൂയ. എന്നുവെച്ചാൽ എല്ലാവരോടും അസൂയുണ്ട്. എന്നാൽ കുട്ടികളുടെ ആണെങ്കിലും ഒരു ഉയർച്ച പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അസൂയ വരുന്ന ഒരു കുടുംബത്തിലെ ഒരു അമ്മ വന്ന് എന്നോട് പറഞ്ഞു. എല്ലാ പരിസരക്കാരോടും അത് തന്നെ. ആര് ഉയർന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെന്ന് പറഞ്ഞാൽ അത് ഉടനെ തന്നെ വഴക്കാവും. അങ്ങനെ അയാളുടെ എല്ലാ നെഗറ്റീവും പറയും ഇപ്പോൾ. അപ്പം പിന്നീട് ഈ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ തന്നെ എന്തെങ്കിലും വലിയ നേട്ടം ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് അന്നേരവും മുഖം പെട്ടെന്ന് ഇദ്ദേഹത്തിന് മാറുകയും അവരുടെ ഏതെങ്കിലും അതിനൊരു അപ്രീസിയേഷൻ കൊടുക്കത്തുമില്ല. അങ്ങനത്തെ ഒരു ഞാനാണെങ്കിൽ അങ്ങനെ വന്നാൽ അയാൾക്ക് നക്സോമിക്ക ഹയർ ഡോസ് കൊടുക്കും. CM തന്നെ കൊടുക്കും. ഒരു മനുഷ്യന് സ്വന്തം മക്കളോട് ഇത് ഈ അസൂയ വളർത്തിക്കൊണ്ടിരുന്ന ഇയാളുടെ മനസ്സ് നല്ലോണം മാറ്റണമല്ലോ. മനസ്സിലായോ? അതിന് CM തന്നെ 2 ഡോസ് കൊടുക്കും. 2 ഡോസ് രാവിലെയും രാത്രിയായിട്ട് കൊടുക്കും. കൊടുത്തു നോക്കില്ലേ? ശരി ശരി, താങ്ക് യു മാഡം. ശരി. സഹിക്കാൻ പറ്റണില്ലെന്ന് അർത്ഥം. അവര് ഭയങ്കര എന്താ പറയുക, ഒരു ബിസിനസ് മെന്റാലിറ്റിക്കാരാണല്ലോ നക്സോമിക്ക. അതെ അതെ അതെ, അങ്ങനെയാണ് ആ പുള്ളി. എല്ലാരോടും അങ്ങനെയാണ്. വീട്ടിലെ ഫാമിലി റിലേഷൻഷിപ്പിൽ പോലും ആ ഇത് ബിസിനസ് കാണുന്നു അവര്. അതാണ് അവിടെ. ഓ ശരി ശരി, വളരെ സന്തോഷം. നന്ദി കേട്ടോ. അത് കൊടുത്തു നോക്കാം. ഹരിക്കൊന്നും പറയാനില്ലേ ശാന്തേ? ഹരി, പത്മപ്രിയേ മോളെ, പത്മപ്രിയ ഇതെല്ലാം മെടുക്കത്തിയ ഉണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും പറയൂ മോളെ. ഞാൻ എല്ലാം കേട്ടു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ എം ട്രാവലിംഗ്. അപ്പം അങ്ങനെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ബട്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ദ എക്സ്പേർട്ട് ആൻഡ് ദ ബെസ്റ്റ് റെമഡീസ് ആണ്. അതിൽ എനിക്ക് ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ഇടയ്ക്കുള്ള ഒരു അസൂയ, സ്പെഷ്യലി പുതിയ ഒരു കൊച്ചു വീട്ടിൽ വന്നു എന്നുണ്ടെങ്കിൽ ന്യൂ ബോൺ ബേബീസിന്റെ ഒരു ജെല്ലസിക്ക് ഇഗ്നേഷ്യ ഒരു നല്ല റെമഡിയാണ്. പക്ഷേ ഈ ഹോളിഡേ സമയത്തൊക്കെ കുടുംബത്തിൽ പൊതുവെ കസിൻസ് വന്നു, വെളിയിൽ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന കസിൻസിന്റെ മക്കളൊക്കെ ഒന്നിച്ചു വന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഈ കുട്ടികൾക്ക് ഇപ്പോൾ ദുബൈന്നോ UK എന്നൊക്കെ വരുന്ന കുട്ടികളുടെ കയ്യിലുള്ള നല്ല നല്ല തുണികളോ പെൻസിൽ ബോക്സോ ഒക്കെ കാണുമ്പോൾ ഉള്ള ഒരു അസൂയ. സോ ജെല്ലസി ഇൻ ബിറ്റ്വീൻ ചിൽഡ്രൻ, ബട്ട് ആ ജെല്ലസിൽ ഒരു വിൻഡിക്റ്റീവ് നേച്ചർ. അപ്പൊ നമ്മളുടെ റുബ്രിക്കിലും എഴുതിയിട്ടുണ്ട് ജെല്ലസി വിത്ത് വിൻഡിക്റ്റീവ് നേച്ചർ. അപ്പൊ വിൻഡിക്റ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ അപ്പോൾ ഈ കൂടെയുള്ള കസിൻസിനെ പിച്ചേ മാന്ത് ആഹാരം ഒളിപ്പിച്ച് വെക്കുക, സ്വീറ്റ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡ് ചെയ്യുന്നതിൽ നമ്മളുടെ അനാന്തരം മ്യൂരാറ്റിക്കം, അനാന്തരം മ്യൂരാറ്റിക്കം ഇസ് എ വെരി നൈസ് റെമഡി. ഹയോസാമസും വിൻഡിക്റ്റീവാ. ഹയോസാമസും വിൻഡിക്റ്റീവ് ആണ്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് ഒന്നും കൂടെ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്ന അനാന്തരിയമാണ്. അതൊരു നല്ലതാ. പിന്നെ എന്താ പറയാ, റിവെഞ്ച് എന്താ പറയാ, ഗാലിയം ആസിഡം, GALLICUM. അതും ഒരു അതിലും ഇതുപോലെ അസൂയ കാരണം ഭയങ്കര റൂഡ്നെസ്. അത് ഞാൻ പൊതുവെ ടീനേജേഴ്സിന് കൊടുക്കണം. കാരണം നല്ല ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ കൂടെ നടക്കുന്ന ഒരു ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിനോടും കൂടി കുറച്ചും കൂടെ ഒന്ന് മാർക്സ് കൂടി വന്നു, അല്ലെങ്കിൽ ഉദ്ദേശിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് കാണുമ്പോൾ ഒരു അസൂയ കാരണം പെട്ടെന്ന് അത്രയും കാലം നല്ലപോലെ നടന്ന ഫ്രണ്ട്ഷിപ്പിൽ തെറി പറയാനും റൂഡായിട്ട് അടിക്കാനും ഇടിക്കാനും ഒക്കെ പോകും. സോ ഇറ്റ് ഈസ് റൂഡ്നെസ് ആൻഡ് അബ്യൂസീവ്നെസ് ഈവൻ ടു ഹിസ് ഓൺ ബെസ്റ്റ് ഫ്രണ്ട്സ്. ആൻഡ് അതൊരു ജെല്ലസി കാരണം വരുന്നതാണ്.
പിന്നെ ഫിയർ ഓഫ് ബീൻ ലെഫ്റ്റ് അലോൺ വരും. അപ്പൊ അങ്ങനത്തെ കേസിന് ഗാലിക് ആസിഡ് നല്ല ഒരു റിസൾട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇന്നലെ But I- ആ റിജി പറഞ്ഞ ആ 2 കുട്ടികളുടെ ഫ്രണ്ട്സിന്റെ ഇതിൽ അത് ഉപയോഗിക്കല്ലോ മോളെ, അതെ അതെ അതെ. ഗാലിക് അപ്പൊ ആസിഡ്. അങ്ങനത്തെ പിന്നെ ഈ സെൻക്രിയസ് നിങ്ങളിപ്പോ പറഞ്ഞിരുന്നല്ലോ, അപ്പൊ അതിലും ഇതുപോലെ ഫൈറ്റിംഗ് ഫോർ സിലിയസ് റീസൺ ഒക്കെ അതും ഒരു നല്ല ഒരു സക്സസ് എനിക്ക് പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സാധാരണ ലാക്ടോസിസ് ഇങ്ങനെ ഇതെല്ലാം സ്നേക് റെമഡീസ് ലെഫ്റ്റ് സൈഡിനാണല്ലോ, അതിൽ സെൻക്രിസ് ആ. ആണ് സൈഡിന്. അതിന്റെ അതെ റൈറ്റ് അതെ. ഭയങ്കര വേദനയായിരിക്കും ഏപ്പിസുകള്. വേറെ ബാക്കിയുള്ള എല്ലാം മെഡിസിൻസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടല്ലോ, സോ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ടു ആഡ് എനിത്തിങ് എൽസ്. താങ്ക് യു മോളെ. പറയട്ടെ നന്ദി പറയട്ടെ ഡോക്ടർ. ഇനി പറഞ്ഞോ. പറയട്ടെ പറഞ്ഞോ. ഇതില് ഇപ്പൊ ജലസി പിന്നെ അമ്മമാർക്ക് പെൺകുട്ടികളോട് തന്നെ സ്വന്തം സെക്സിനോട് തന്നെ ജലസി തോന്നുന്നത് റഫാനസ്. റാഫനസ് അത് ശരിയാണ്. റഫാനസ്. പിന്നെ ഒരു കാരണം ഒഫൻസീവ് ഗ്യാസ് ഉണ്ടാവും, ഡിസ്റ്റൻഷൻ ഓഫ് അബ്ഡോമിൻ ഉണ്ടാവും. അവരുടെ ഗ്യാസ് പോകുന്നത് ഒഫൻസീവ് ആയിരിക്കുകയും ചെയ്യും. അതിന്റെ പ്രസന്റേഷനിൽ മിക്കവാറും ഒരു സാഡ്നെസ്സിലാണ് റിപ്രസെന്റേഷൻ. ഇപ്പൊ നമ്മൾ പറയില്ല വാശി പിടിച്ച് റിവെഞ്ച് എടുക്കുക അല്ലെങ്കിൽ വാശി പിടിച്ച് തല്ലൂടുക. യൂഷ്വലി റഫനസ് വിൽ ഓൾവേസ് ഷോ അപ്പ് സാഡ്നെസ് ഡ്യൂ ടു ജെലസി ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എവേർഷൻ ടു ദ സെയിം സെക്സ്. അത് ശരിയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കാരണം ഇല്ലാതെ ചുറ്റുപാടുള്ളവരോടൊക്കെ അസൂയ തോന്നും. പീപ്പിൾ അറൌണ്ട്, അത് ഓപ്പിയമാണ്. ഓപ്പിയം. അസൂയ കാരണം ജെന്റിൽ ഹസ്ബൻഡ് ഒരു ബ്രൂട്ടൽ ആകുമ്പോ സൾഫറും നക്സോമിക് ലാക്കേസിസ് കൽക്കേരിയ കാർബോണാണ്. ഒന്നുകൂടെ പറയാനാ ഡോക്ടർ അത്? ഒരു ജെന്റിൽ ഹസ്ബൻഡ് ബിക്കം എ ബ്രൂട്ടൽ, അസൂയ കാരണം. അങ്ങനെ വരുമ്പോ സൾഫറും നക്സോമിക് കൽക്കേരിയ കാർബോണ് വരുന്നത്. ഒരു വൈഫ് ഫെയ്ത്ത്ലെസ് വൈഫാന്ന് പറഞ്ഞിട്ട് ഭാര്യ മറ്റുള്ളവരോട് പെരുമാറുന്ന കണ്ടിട്ട് എൻ്റെ അടുക്ക സ്നേഹമില്ല, എൻ്റെ അടുക്ക ഷീസ് എ ഫെയ്ത്ത്ലെസ് വൈഫ് എന്ന് പറയുന്നതാണ് നമുക്ക് സ്ട്രമോണിയം വരുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത കാൽക്കേരിയ ഫോസ് ഈസ് വെരി ഗുഡ് വെൻ യു ഹാവ് ഈ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് കാണുന്നത്, അയ്യോ അവളുടെ ഉള്ള പോലെയുള്ള സാരി എനിക്ക് വേണ്ടിയിരുന്നു, അവളുടെ ഭർത്താവ് കണ്ടോ ദുബായി പോയി നല്ല ജോലി നല്ല കാശാണ്. അപ്പോൾ എല്ലാം കാര്യത്തിലും ബ്രൂഡിങ് ഓവർ അഫയേഴ്സ് ആൻഡ് ഓൾവേസ് വിഷിംഗ് ടു ബി സംവെയർ എൽസ്. ഇതാണ് നമ്മളുടെ മറ്റീരിയ മെഡിക്കൽ എഴുതിയിരിക്കുന്നത്. എന്നും ആഗ്രഹിക്കുന്നത് എനിക്ക് ഇതിനകത്ത് നല്ലത് കിട്ടേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അവളെ പോലെ എനിക്ക് കിട്ടും. സോ in their daily conversation also they will keep talking about referring about someone else. അതുപോലെ എനിക്ക് എത്തേണ്ടിയിരുന്നു, അവർ കണ്ടു അവിടെ ഹോളിഡേ പോയി, നമുക്ക് ഇവിടെ വരേണ്ടിയിരുന്നില്ല, നമുക്ക് അവിടെ ഹോളിഡേ പോയിരുന്നു അവരെ പോലെ. സോ ഓൾവേസ് കമ്പയറിങ് ഹെർസെൽഫ് വിത്ത് someone else and always expecting that I should have been at that place. അപ്പോൾ അത് ഇപ്പൊ ഈ ഇടയ്ക്ക് ഈ വലിയ ഗ്രാൻഡ്, എൻ്റെ അടുത്ത് ഇപ്പൊ റീസെന്റ് ഒരു ഇതുണ്ടായിരുന്നു, ഗ്രാൻഡ് ആയിട്ടുള്ള കല്യാണങ്ങളൊക്കെ ഇപ്പൊ നടക്കണ്ടല്ലോ. അപ്പോ ഇവൾക്കൊക്കെ ഇത്ര ഭാഗ്യം ചെയ്തല്ലോ, ഇവളെ എന്റെ കല്യാണമൊക്കെ സാധാരണ ഒരു അമ്പല നടയിൽ പോയിട്ട് ചെയ്ത കല്യാണം, ഇവളൊക്കെ എന്ത് ഗ്രാൻഡ് ആയിട്ട് കല്യാണം. സോ ഐ ആം ഹിയർ ബട്ട് ഐ ഷുഡ് ഹാവ് ബീൻ ദേർ. അപ്പൊ അങ്ങനത്തെ കേസിൽ കാൽക്കേരിയ ഫോസ് ഹാസ് ഹെൽപ്ഡ് എ ലോട്ട്. അപ്പൊ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോ അസൂയുള്ളവർക്ക് ഹെലിബോറസ് ആണ്, ഹാപ്പി സീയിങ് അതേഴ്സ്. മറ്റുള്ളവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോ സ്വയം അസൂയ കൊണ്ട് വരുന്ന കംപ്ലൈൻസിന് ഇത് അസൂയ വരുന്നതിന് ഹെലിബോറസ്. എപ്പോഴും കൊടുക്കുമ്പോ വണ്ണം കൊടുക്കണം. ഈ ഇങ്ങനെ മെന്റൽ ഇത് കൊടുക്കുമ്പോഴ് മിനിമം വണ്ണം. ഞാൻ 10 കൊടുക്കണേ. പിന്നെ അസൂയ കാരണം തെറി പറയുന്നവർക്ക് അനാകാർദ്യം കൊടുക്കും. കൽക്കേരിയ കാർബും ഉണ്ട്. കൽക്കേരിയ കാർബ് നമ്മുടെ 8 ഒരു ദിവസം പറഞ്ഞ ഓർമ്മയില്ലേ നമ്മള്? കൽക്കേരിയ കാർബും ഇതുപോലെ അബ്യൂസീവ് വേർഡ്സ് ഉപയോഗിക്കും. എപ്പോഴും ഞാൻ കൽക്കേരിയ കാർബ് ആലോചിക്കുമ്പോ ഒറ്റ ഡോസേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് സാർ പറയുന്നതാണ് എന്റെ ഓർമ്മ. അനാകാർദ്യം ഉണ്ട് അതിന്.
അനാകാർഡിയം കൊടുക്കുമ്പോൾ നമുക്ക് വിശപ്പിന്റെ കാര്യം കൂടെ നോക്കാം. ബെറ്റർ ബൈ ഈറ്റിംഗ് വെച്ചിട്ട് നോക്കാം. ഏത്? അനാകാർഡിയം. ആ ആ ആ ആ. പിന്നെ നമ്മൾ ബാച്ച്ലർ റെമഡീസിലെ ഏറ്റവും ഒറ്റ മെഡിസിൻ ഉള്ളൂ ജലസിക്ക്. ഹോളി എന്ന് വെച്ചാൽ ഈ ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ടായി. മൂത്ത കുട്ടിക്ക് ചെറിയ കുട്ടി ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അതിന് ഈ അസൂയ ദേഷ്യമൊക്കെ കാരണം ബഹളവും ഇതൊക്കെ ചെയ്യുന്നതിന് ഹോളിയാണ് നമ്മൾ. എന്താ ചെയ്യണേ, എന്താ ദേഷ്യം അസൂയ കാരണം ചെയ്യാൻ ഒരു പെട്ടെന്നുള്ള ഒരു പറച്ചിലും ഒരു ആക്ഷൻ ഉണ്ടാക്കുന്നതിന് ബെലഡോണയാണ്. ബെലഡോണയും സൾഫർ. മെൻ ബിറ്റ്വീൻ പറഞ്ഞു, ചിൽഡ്രൻ ബിറ്റ്വീൻ പറഞ്ഞു, സ്ത്രീകൾ തമ്മിൽ പറഞ്ഞു. ഇൻസൾട്ട് ഫ്രം ഇൻസൾട്ടിങ് അതേഴ്സ് പറഞ്ഞായിരുന്നല്ലോ അല്ലേ? ഇൻസൾട്ടിങ് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞില്ല. ഇൻസൾട്ട് ഇൻസൾട്ടിങ് അസൂയ കൊണ്ട് ഇൻസൾട്ട് ഇൻസോമിക്ക. നക്സോമിക്ക അത് ഞാൻ പറഞ്ഞു. ഇത് ഇൻസൾട്ട് ചെയ്യുന്ന മറ്റേ നാറ്റർമൂറും ഉണ്ടാതിരിക്കും. നാട്ടുമുറും ഉണ്ടാതിരിക്കും. അതെ. കുത്തുവാക്ക് പറയാൻ മടിക്കില്ല ഈ നക്സോമിക്ക. കിട്ടുന്ന ചാൻസിൽ ആ ദേഷ്യം തീർക്കും അവര്. അസൂയ വരുമ്പോ ഭാര്യയെ ഉപദ്രവിക്കുന്ന ഹസ്ബൻഡിന് അസൂയ കൊണ്ട് ഉപദ്രവിക്കുന്നത് നക്സോമിക്കയും കൽക്കേരിയ കാർബ് സൾഫർ. ഇത്രയൊക്കെ ഓർക്കണുള്ളൂ. പിന്നെ ഇനിയിപ്പോ ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഹരിഹരൻ ഡോക്ടർ പറഞ്ഞിട്ട് ഉണ്ടില്ല. അല്ല സാർ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്തു. അല്ല നിങ്ങള് മിക്കവാറും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് സാറിനെ പറയാനുള്ളത് കാണാത്തോണ്ട് ഈ ജലസി കുട്ടികളിലുണ്ടാകുന്നതിന് ഈ മെഡോറിനം നല്ലൊരു മരുന്നാണ്. മെഡോറിനം അത് അങ്ങനത്തെ കുട്ടികളുടെ ഒരു പ്രത്യേക കേക്കാവോ? ഈ മെഡോറിനം കൊടുക്കേണ്ടത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്രൂവലാണ് മെഡോറിനം കുട്ടികള്. നമ്മൾ നല്ല ഹൈ എനർജി ആയിരിക്കും ഇവർക്ക്. പക്ഷെ ഈ കുട്ടികൾ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കും. എപ്പോഴും ഫൈറ്റിംഗ് ടെൻഡൻസിയാണ് ഈ സൈസ് കുട്ടികൾക്കുള്ളത്. അതുപോലെ തന്നെ ആ കുട്ടികളുടെയൊക്കെ നമുക്ക് എതിര് പറയാൻ പറ്റത്തില്ല. അപ്പൊ എതിര് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ കയ്യിലിരിക്കുന്ന സാധനം വെച്ച് ആരാ എന്താന്ന് ശ്രദ്ധിക്കത്തില്ല, വലിച്ചെറിയും. ചിലപ്പം അമ്മയുടെ പേരിനകത്തായിരിക്കും, ചിലപ്പോൾ അച്ഛന്റെ പേരിലായിരിക്കും, ചിലപ്പോൾ TV കണ്ടിരിക്കെങ്കിൽ TV-യുടെ നേരെയായിരിക്കും. അതുപോലെ ഫിസിക്കലായിട്ട് പേരൻസിനെ ഉപദ്രവിക്കും ഈ മെഡോറിനം കുട്ടികൾ. മെഡോറിനം കുട്ടികളുടെ നമ്മൾ ആലോചിച്ചാൽ മതി. മെഡോറിനത്തിന്റെ അഡൽട്ടിനെ കുറിച്ച് ചിന്തിച്ചു. അഡൽട്ട് ഇങ്ങനാണ്. അഡൽട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇതുപോലെ തന്നെ ഒരു മാനസികാവസ്ഥയാണ് ഈ അഡൽട്ടിനുള്ളത്. അതായത് സൈക്കോട്ടിക് പ്രിഡോമിനേറ്റഡ് റെമഡി ആണല്ലോ ഈ മെഡോറിനം എന്ന് പറയുന്നത്. അതാണ് സൈക്കോട്ടിക് കുട്ടികൾ. പിന്നെ അടുത്തത് ഈ കമോമില നിങ്ങൾ പറഞ്ഞില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പറഞ്ഞോ? കമോമിലക്ക് ഹൈലി ഇറിറ്റബിൾ ആണ് കുട്ടികൾ. അത് ആ ഇറിറ്റബിലിറ്റി ഫോർ ഡിമാൻഡിങ് അറ്റൻഷൻ. അവർക്ക് അറ്റൻഷൻ വേണം. അതിനു വേണ്ടിയിട്ടാണ് അവര് അത് കിട്ടുക. എന്നിട്ട് പലതും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതൊക്കെ കമോമിലയ്ക്ക് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു മരുന്നാണ്. അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഈ കമോമില കുട്ടികളുടെ ഫേസ് എപ്പോഴും ഫ്ലഷ്ഡ് ഫേസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടില്ലേ, വൺ ചീക്ക് റെഡ് ആൻഡ് അതർ ഈസ് കോൾഡ്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇഗ്നേഷ്യ ചൈൽഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പറയത്തില്ലേ ദുഃഖപുത്രി എന്ന് പറയത്തില്ലേ, അവരുടെ മുഖത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ദുഃഖഭാവമാണ് അവർക്ക്.
ഈ ഇഗ്നേഷ്യ കുട്ടികൾക്ക്. പിന്നെ അവരെ നമുക്ക് ഒന്ന് കൊടുത്ത് കാലി ആഴ്ചന് ഇതുണ്ട്. കാലി ആഴ്ചന് എപ്പോഴും അവരുടെ മുഖത്തിൽ ദുഃഖഭാവം. ഞാനിപ്പോ ഇഗ്നേഷ്യയുടെയാണ് പറഞ്ഞത്. അവരെ നമുക്ക് ഒന്നും കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. അവരുടെ മനസ്സ് അങ്ങനെയാണ്. അത് ഈ സിബ്ലിങ്സിനോടുള്ളത് നമുക്ക് പ്രത്യേകിച്ച് വരുന്ന മെഡിസിൻസ്, ലാക്കസിസ്, പൾസാറ്റില, പിന്നെ ഈ മെഡോറിനം, കമോമില, ഇഗ്നേഷ്യ, ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് കുട്ടികളിൽ കാണാവുന്ന ഒരു 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 മെന്റൽ പിക്ചറാണിത്. പിന്നെ ഈ ജലസി പല വിധമാണല്ലോ. അതായത് റൊമാൻറ്റിക് ജലസി ഉണ്ട്. അത് നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. റൊമാൻറ്റിക് ജലസി അത് ആ ഭാര്യയും ഭർത്താവ് നന്നായിട്ട് ജീവിക്കുന്നു, നമ്മൾക്ക് അതുപോലെ റൊമാൻറ്റിക് ആകുന്നില്ല. അത് ആ റൊമാൻറ്റിക് ജലസി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ വർക്ക് സൈറ്റിലുള്ള ജലസി ഉണ്ട്, വർക്ക് സൈറ്റ് ജലസി. പിന്നെ ഫാമിലി ജലസി. പിന്നെ പത്തോളജിക്കൽ ജലസി ഉണ്ട്. ഇതെല്ലാം ജലസിയുടെ ഈ പത്തോളജിക്കൽ ജലസിയൊക്കെ വരുമ്പം നമുക്കറിയാം ഈ പെടലിയൊക്കെ ഇങ്ങനെ എന്താ പറയണ്ടേ, കൺട്രാക്ഷൻ ഓഫ് നെക്ക് മസിൽസ് ഒക്കെ ഉണ്ടാവും. അതിന് ഫേസ് ഇങ്ങനെ ബ്ലോട്ട് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഈ വേറെ ഒരു ജലസി എന്താന്ന് വെച്ചാല്, ജലസി അഗ്രവേറ്റ് ചെയ്യുന്നൊരു കണ്ടീഷൻ ഈ പ്രീ മെൻസുറൽ ടെൻഷനിൽ ജലസി ഉണ്ടാവും. അതിന് ഞാൻ മെഡിസിൻ പറയുന്നില്ല, നമുക്ക് ധാരാളം മരുന്നുണ്ട് അതിന്, പ്രീ മെൻസുറൽ ടെൻഷന്. ആ സമയത്ത് ജലസി ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം മെനോപാസ് ടൈമിനും ഇതുപോലെ തന്നെ ഉണ്ടാവും. അതിന് നമ്മൾ മെഡിസിനുണ്ട്. പിന്നെ ഈ ഹയോസിയാംസ് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു, ദറ്റ് ഇസ് എ വണ്ടർഫുൾ മെഡിസിൻ ജലസിക്ക്. പിന്നെ ലാക്കസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ ലാക്കസിസ് ആളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും ആ ലാക്കസിസ് പേഷ്യന്റ്. പക്ഷെ ആ അറ്റാച്ച്മെന്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് എതിരായി മാറുന്നത്. എതിരായി മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും നമ്മളോട്. അത് ഹെയ്റ്റ് ആയിട്ട് മാറും, ദേഷ്യം നമ്മളോട് വെറുപ്പായിട്ട് മാറും. അത് ഈ ലാക്കസിന്റെ ജലസിയുടെ ഒരു സിംറ്റമാണ്. ഇതുപോലെ തന്നെയാണ് ഇഗ്നേഷ്യ. ഈ ഡിസപ്പോയിന്റഡ് ലവ് എന്നല്ലേ, അതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അതൊന്നും പറയുന്നില്ല ഇനി. പിന്നെ നക്സോമിക്ക പറഞ്ഞു കഴിഞ്ഞു. നക്സോമിക്കയുടെ തന്നെ പറയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ ഈ വൾഗർ ലാംഗ്വേജ് ഈ നക്സോമിക്ക ഉപയോഗിക്കും, വൾഗർ ലാംഗ്വേജ്. പിന്നെ ഈ നക്സോമിക്കയുടെ ഈ അവസാന ഭാഗം ഒരു സൂയിസൈഡൽ ടെൻഡൻസി വരും. അത് അവര് സാധാരണഗതിയിൽ വലിയ ഹൈറ്റിൽ നിന്നൊക്കെ ചാടി മരിക്കും, അങ്ങനെയാണ് കാണുന്നത്. ചിലപ്പോൾ അവർ തന്നെത്താനെ ഷൂട്ട് ചെയ്ത് മരിക്കും. അത് നക്സോമിക്കയുടെ നമ്മൾ ആ ക്രോണോളജിക്കലായിട്ടുള്ള നക്സോമിക്കയുടെ അവസാന ഭാഗം നമുക്ക് അറിയാൻ പറ്റും. ഏത് മെഡിസിൻ്റെയും ഇങ്ങനെ ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞ് അത് ഇങ്ങനെ വളർന്ന് വന്ന് അതിൻ്റെ അവസാന പാർട്ടിൽ വരുമ്പോഴത്തേക്ക് ഈ നക്സോമിക്കയുടെ ലാസ്റ്റ് വരുമ്പോൾ ഈ സൂയിസൈഡൽ ടെൻഡൻസി കാണാറുണ്ട്. പിന്നെ പൾസാറ്റില എന്ന് പറഞ്ഞാൽ അതും പറഞ്ഞു കഴിഞ്ഞു ഇവിടെ. വീപ്പിംഗ് ടെൻഡൻസി ഉണ്ടാവും. പിന്നെ ഈ ഒരു മിസ്ട്രസ്റ്റ്, അത് പൾസാറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. മിസ്ട്രസ്റ്റ് ഒരു പ്രത്യേകതയാണ്. അത് ലിലിയം ടിഗ് ഉണ്ട് അല്ലേ? അത് ശരി. പിന്നെ ഇവർക്ക് ഈ പൾസാറ്റിലേക്കും ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട്. പക്ഷേ അത് ചെയ്യാനുള്ള തൻ്റെ ഇടമില്ല, കറേജ് ഇല്ല അവർക്ക്. അത് കാരണം ഈ ഐഡിയ ഞാൻ ചത്തുകളയും എന്ന് എപ്പോഴും പറയും, പക്ഷെ ചാകത്തില്ല. അവർക്ക് മരിക്കാനുള്ള ഇതില്ല, ധൈര്യമില്ല അവർക്ക്. പിന്നെ ഈ പൾസാറ്റിലെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത്, ഈ ആഴ്സാൽബുകൾ തന്നെ ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നത്, ഒരു ചില്ലി പേഷ്യന്റ് അവേരിക്കസ് ആയിട്ട് വരുവാണെങ്കിൽ ആഴ്സനിക് ആൽബം, ഒരു ഹോട്ട് പേഷ്യന്റ് അവേരിക്കസ് ആയിട്ട് വരുവാണെങ്കിൽ പൾസാറ്റിലെ ആയിട്ടാണ്. അതായത് ഒരു അൺസാറ്റിസ്ഫൈഡ് നേച്ചറാണ്, പക്ഷെ അവർ പറയത്തില്ല വെളിയിൽ.
ഈ നമ്മുടെ സ്ത്രീകളുടെ ഒരു പ്രത്യേക അവര് ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ബട്ട് ദേ നെവർ ടെൽ എനിത്തിങ് ടു ഹർ ഹസ്ബൻഡ്. തുറന്നു പറയത്തില്ല, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും, ചോദിച്ചാലും പറയത്തില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പറയത്തില്ല. അപ്പം ഭർത്താവിന് കൂടുതൽ ദേഷ്യം വരും. ഭർത്താവിന് അക്സമിക്കുകയാണെങ്കിൽ അടി കിട്ടിയത് തന്നെ, അതിന് ആരും സംശയവുമില്ല. അങ്ങനെയാണ് ഇപ്പോൾ സാറ്റിലെ പ്രത്യേകത. പിന്നെ ഈ നിങ്ങൾ ആരും പറയാത്തൊരു മെഡിസിൻ ഞാൻ പറയാം. ഗാലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ പത്മപ്രിയ പറഞ്ഞു. പറഞ്ഞായിരുന്നോ? ഗാലിക് ആസിഡ്. ഗാലിക് ആസിഡ് അതാണ്. ആ ഗാലിക് ആസിഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് എന്താ ഈ അതിനെ ഒരു അവരുടെ പ്രത്യേക ഒരു അവകാശം, അതായത് PREROGATIVE ആണ് അവര്. അതായത് അവർക്ക് ചില പ്രത്യേക അവകാശങ്ങളുണ്ട് എന്നവരങ്ങ് വിശ്വസിക്കുക ചെയ്യുന്നത്. ചില ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ പൂജാരി, അവർക്ക് ആ അമ്പലത്തിലെ അവകാശം അവർക്കാണ്. അപ്പം വേറെ ഒരാൾ കയറി പൂജ കഴിക്കുന്നവർക്ക് ഇഷ്ടമല്ല. അവര് തന്നെ വിചാരിക്കുകയാണ് എന്റെ പ്രത്യേക അവകാശമാണ് അത് വേറെ ഒരാൾ തട്ടിയെടുക്കാനോ അല്ല. അത് തന്നെ എക്സീഡിംഗ്ലി റൂഡ് ആണ് ഈ ഗാലിക് ആസിഡ്. പിന്നെ എല്ലാവരെയും ചീത്ത വിളിക്കും, അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിച്ച് എല്ലാവരെയും ചീത്ത വിളിക്കും. ഈവൻ ബെസ്റ്റ് ഫ്രണ്ട്സിനെ വരെ ഈ ഗാലിക് ആസിഡ് പേഷ്യന്റ് ചീത്ത വിളിക്കും. അതാണ് ഗാലിക് ആസിഡിന്റെ പ്രത്യേകത. ഇത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ. വേറെ പിന്നെ ഓരോരോ മെഡിസിൻ നമ്മൾ വായിക്കുമ്പം നമുക്ക് അവിടെ ആ നേച്ചർ ഇതെല്ലാം ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേർന്ന് വരുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഇത് പ്രയോജനം ചെയ്യുന്നത്. ഇപ്പൊ നാട്രമൂർ, എന്റെ ശബ്ദം കുറച്ച് പനിയായിട്ടിരിക്കുക, പനി തൊണ്ട പോരാ. ഈ നാട്രമൂറിന്റെ നമ്മള് ആ കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടുകയും ഈ മെന്റൽ സിംറ്റം കൂടെ നാട്രമൂറിന്റെ കിട്ടുകയാണെങ്കിൽ വണ്ടർഫുൾ ആയിട്ട് ഹിറ്റ് ചെയ്യും. ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സിന് ആ കുട്ടി ഗ്രാഫൈറ്റിസ് പറഞ്ഞില്ലേ? ആ ഗ്രാഫൈറ്റിസ് പറഞ്ഞപ്പോഴും അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ ആണ് അത് പറഞ്ഞത്. പക്ഷെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷനില് ഞാൻ പറയാനായിട്ട് കൈവക്കി, പക്ഷെ എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അതായത് ഈ ക്ലാസ് ഞാൻ പറയാം. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ആന്റിസോറിക്കോ വേറൊരു മയാസ്മാറ്റിക് റെമഡി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താന്ന് വെച്ചാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനീസ് അത് ഒരു മയാസ്മാറ്റിക് റെമഡി തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു മയാസ്മാറ്റിക് കൊടുക്കണ്ട. ആ കുട്ടി അങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ സൾഫർ കൊടുത്തു എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം കേട്ട് കാണും, മയാസ്മാറ്റിക് റെമഡി ആയിട്ട് സൾഫർ കൊടുത്തെന്ന് പറയും. പക്ഷെ there is no need of that. അതാണ്. ഇപ്പൊ മെഡോർണം കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആന്റിസോറിക് കൊടുക്കാം. പക്ഷെ നമുക്ക് ഒരു സൈക്കോട്ടിക് ഒരു തൂജയോ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മെന്റൽ സിംറ്റംസ് എടുക്കുമ്പോഴും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഒത്തു കിട്ടുകയാണ്. ഈ മെന്റൽ സിംറ്റം കൂടെ കിട്ടുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മെഡിസിൻ വർക്കൗട്ട് ചെയ്യും. പിന്നെ ചില മെഡിസിൻ അറിയാമല്ലോ, നമുക്ക് ഇത് വെച്ച് മാത്രം പ്രിസ്ക്രൈബ് ചെയ്യാം. ഈ നക്സോമിക്കയൊക്കെ നമുക്കത് ഈ മെന്റൽ സിംറ്റം വെച്ച് മാത്രം നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. നക്സോമിക്ക അങ്ങനത്തെ കുറെ മരുന്നുകളുണ്ട്. ഈ മെന്റൽ സിംറ്റം മാത്രം വെച്ച് പ്രിസ്ക്രൈബ് ചെയ്യാവുന്നത്. ഓക്കെ, വേറെ ആൾക്കാർക്കും പറയട്ടെ, ഞാനിത് നിർത്തുക. ഞാനൊരു കാര്യം പറയട്ടെ ഹരി. ഈ കൊച്ചിലെയൊക്കെ നമ്മള് ഈ വേലിയില്ലേ, പണ്ടൊക്കെ വേലിയാണല്ലോ, മധുരമൊന്നും ഇല്ലല്ലോ. ഈ വേലിന്ന് ഓന്ത് നിൽക്കും. ഓന്തിനെ ഈ കവണ വെച്ച് അടിക്കും. അപ്പൊ എന്റെ ഒരു കസിൻ ബ്രദറ്, അവനെ എപ്പോ നോക്കിയാലും കവണയും കൊണ്ട് വന്നിട്ട് ഈ ഓന്തിനെ ഇത് ചെയ്യും. അതാണ് മെഡോറിനം. അവന് ഒരു അസുഖം വന്നപ്പോ, അവന് ഇത് ഇൻഫെർട്ടിലിറ്റി വന്നപ്പോ ഞാൻ അവന് കൊടുത്തത് മെഡോറിനാണ്. കൊടുത്തിട്ട് അവന് ഇതായി. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു, സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് തരുന്നത്. ഈ പണ്ട് ഞാൻ പിന്നെ വേറെ ഒരു കാര്യം പറയാം. നമ്മൾ പണ്ടത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ നിലവിളക്ക് കത്തിച്ച് വെക്കുമല്ലോ. നിലവിളക്ക് കത്തിച്ച് വെക്കുമ്പം എനിക്കറിയാം ഒരു കുട്ടി നിലവിളക്ക് കത്തിച്ച് കഴിയുമ്പം
ഇവന്റെ മെയിൻ പണി എന്താ അറിയാ, അവിടെ വരുന്ന ഈ ചെറിയ ചെറിയ പ്രാണികളുണ്ടല്ലോ, അതിനെ പിടിച്ച് ഞെരിച്ചു കൊല്ലും. അതാ സൈക്കോട്ടിക് ടെൻഡൻസിയെ കാണിക്കുന്നതാണ്. ദാറ്റ് ഈസ് മെഡോറിൻ. ഒരാള് ഞെരിച്ച് കൊല്ലും, മറ്റു കുട്ടികൾ അവിടെ നിന്നിട്ട് കൊല്ലടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് അതെ മെഡോറിനം ഇസ് എ വണ്ടർഫുൾ റെമഡി. ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രഗ്നൻസി അനോമാലിക്ക് വേണ്ടിയുള്ള മെഡിസിൻസ് ഏതാണ്? പ്രഗ്നൻസി അനോമലിക്ക് ആരോടാ ചോദ്യം? ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിരിക്കുന്നു. അമ്പാടി ഡോക്ടറെങ്കിലാണ്. അമ്പാടി മാഡത്തിനോടായിരിക്കും. അമ്പാടി ഡോക്ടർ പറയട്ടെ, ഞാൻ കൊടുക്കുന്ന മരുന്ന് ഞാൻ പറയാം. ഞാനാണെങ്കിൽ സിഫിലിനം കൊടുക്കും. പിന്നെ സിഫിലിനം കൊടുത്തിട്ട് പിന്നെ സിഫിലിനം കൊടുക്കുന്നത് 10 2 ഡോസാണ് കേട്ടോ. കറക്റ്റ്, സിഫിലിനം കൊടുക്കാം. പക്ഷെ ഞാൻ സിഫിലിനം കൊടുത്തു കഴിഞ്ഞാൽ ഒരു മരുന്നും കൂടെ കൊടുക്കും. അതെന്താ? ഞാൻ ബാരേറ്റ കാർബ് കൊടുക്കും. ബാരേറ്റ കാർബ്, ശരി, അത് നല്ലതാ, അത് ശരിയാ. ബിൽറൂബിൻ ഏതാ അരി? ഞാൻ ഡോക്ടർ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയാൻ മേല. ഞാൻ അതൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാ ചെയ്യുന്ന ഡോക്ടർ. എനിക്ക് അങ്ങനെ ഈ വൺ വേർഡ് ഡിസ്ക്രിപ്ഷൻ എനിക്ക് കുറവാണ്. ഇത് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ അതെ, പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാല് അറിയാൻ മേല, എനിക്ക് അറിയാൻ മേല. പെയിനും അതും ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കൊടുക്കുക സാധാരണ. എന്നാലും ലിവർ റെമഡീസ് ഒക്കെ അവിടെ ഉപയോഗിക്കാം. പക്ഷെ ഈ ലിവർ റെമഡീസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും ടിഞ്ചർ ഉപയോഗിക്കേണ്ട. 3Xോ 30ഓ ഒക്കെ ഉപയോഗിച്ചാൽ മതി. കഴിയുന്ന പിന്നെയും ലിവറിന് ലോഡ് കൊടുക്കരുത്. ഇങ്ങനെ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വരുമ്പോൾ ഞാൻ സാധാരണ ടിഞ്ചർ കൊടുക്കാറില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഡോക്ടറെ? ചോദിക്കട്ടെ? അതെ, ഒരു കപ്പിൾ വന്നിട്ട് പറയാ ഇൻഫെർട്ടിലിറ്റി കപ്പിളാണ്. അവര് ഈ IVF സെന്ററിൽ പോയി കഴിയുമ്പോഴത്തേക്കും അവര് കുറച്ച് പേരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും. അതിൽ ഫെയിലിയർ കുറെ പേരായിട്ട് കുറെ ഒരു ഗ്രൂപ്പിലാണല്ലോ IVF-ന് പോകുന്നത്. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആകും കുറെ കപ്പിളായിട്ട്. ഇതിൽ ആർക്കെങ്കിലും ഒന്ന് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അവരോടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യും. അതൊരു അസൂയല്ലേ? അപ്പൊ അങ്ങനെ വരുന്നവർക്ക് എന്ത് കൊടുക്കും? പിന്നെ അവരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. പിന്നെ ഞങ്ങൾക്ക് അസൂയ തന്നെയാന്നാ പറയുന്നത്. ഞങ്ങൾക്ക് ആയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യും. പറഞ്ഞ പോലെ ഗാലിക് ആസിഡ് കൊടുക്കാമല്ലോ. ഞാനിപ്പോ അതാണ് ഓർത്ത്, ഗാലിക് ആസിഡ് കൊടുക്കാം അല്ലേ? കൊടുക്കാലോ ശാന്തേ. ഡോക്ടറെ, എനിക്കൊരു സംശയം. ഒരു പേഷ്യന്റ് ഭയങ്കര ഒരു സ്റ്റൈലായിട്ട് നമ്മുടെ മുന്നിൽ വരുവുള്ളൂ. എപ്പോഴും നല്ല തേച്ച് ഡ്രസ് ഇട്ടുകൊണ്ട് വരും. അതുപോലെ എപ്പോഴും പുറത്തേക്ക് പോകുമ്പോഴെല്ലാം കുളിച്ചിട്ട് പോവുള്ളൂ ആള്. എന്നിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോ ഹോമിയോപ്പതി ഇഷ്ടമാന്നൊക്കെ പറയുകയും ചെയ്യും. എന്നിട്ട് ഹോമിയോപ്പതിയെ മാക്സിമം വിമർശിച്ചുള്ള ഓരോ കാര്യങ്ങൾ കാണുന്നതെല്ലാം നമുക്ക് അയച്ചു തരും. നമ്മൾ അതിന് മറുപടി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അയച്ചു തരും. അതുപോലെ ആള് നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോ പറയും, ഡോക്ടറെ ഈ പേനയല്ല ഉപയോഗിക്കേണ്ടത്, ഇച്ചിരിയുടെ നല്ല ഭംഗിയുള്ള പേന ഉപയോഗിക്കണം. ഡോക്ടർ ഈ സീൽ ഉപയോഗിക്കരുത്, ആ സീൽ അങ്ങനത്തെ വേറെ സ്റ്റൈൽ കിട്ടും, അത് ഉപയോഗിക്കാവുള്ളൂ. ഡോക്ടർ ഇങ്ങനത്തെ മറ്റേ ക്ലിനിക്ക് ഇങ്ങനെ അല്ല വെക്കണ്ടേ, ഇതിനേക്കാൾ സ്റ്റൈലായിട്ട് വെക്കണം. ഇങ്ങനെ കുറെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകള്. ആഴ്സനിക്കം പേഷ്യന്റാ ഡോക്ടർ. തലവേദനയാണ് അയാൾ കൂടുതലും പറയണത്. തലവേദനയും നടുവേദനയും തുമ്മലും. അപ്പൊ ഞാൻ നക്സ് ആണോ എന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യില്ല. ലാക്കസിസ് ആണ് എപ്പോഴും നല്ല നീറ്റ് ആയിട്ട് ഡ്രസ് ചെയ്ത് തേച്ച് വടിവത്തതുകൊണ്ട്. പ്ലാറ്റിന അങ്ങനെയാണ്. പ്ലാറ്റിന പക്ഷെ കളർഫുൾ ആയിരിക്കും. ലാക്കസിസ് നീറ്റ് ആയിട്ടായിരിക്കും. പ്രായം ഉണ്ടെങ്കിൽ നല്ല കളർഫുൾ ആയിട്ട് വരുള്ളൂ. പ്ലാറ്റിനയ്ക്ക് എന്ന് വെച്ചാൽ അവരിങ്ങനെ നമ്മളെ പുച്ഛിച്ചോണ്ടിരിക്കും. ഇങ്ങനെയൊന്നല്ല എടുക്കണത്, ഇത് ഇങ്ങനെ നടക്കണത്, ഇങ്ങനെയല്ല ചെയ്യണ്ടേ, ഈ പേനയാണോ ഉപയോഗിക്കണേ, അത് നല്ല പേന ഉപയോഗിച്ചൂടെ എന്നൊക്കെ ചോദിക്കും പ്ലാറ്റിന. ആഴ്സനിക്കും ചിന്തിക്കാം അല്ലേ? നക്സ് ചിന്തിക്കാൻ പറ്റുമോ?
നക്സ് ഇല്ല, നക്സ് ഇല്ല. ആഴ്സനിക്കത്തിന്റെ ഞാൻ പറഞ്ഞത് ആ ഫാസ്റ്റീഡിയസ്നെസ് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അതെല്ലേ. ആ ഫാസ്റ്റീഡിയസ്നെസ് കൊണ്ട് പറഞ്ഞതാണ്. എപ്പോഴും നല്ല നീറ്റ് ഡ്രസ്സിങ് ആയിരിക്കും അവര്. 65-70 വയസ്സുണ്ടല്ലോ എപ്പോഴും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുകയുള്ളൂ. ഭയങ്കര എന്താണ് ഈ ടീനേജ് പിള്ളേരിടുന്ന പോലത്തെ വലിയ സ്റ്റൈൽ ഡ്രസ് ഒക്കെ ഇട്ടുകൊണ്ട് കളർഫുൾ വരും. ആയിരിക്കില്ല എപ്പോഴും. ഒരു നീറ്റ് ആയിരിക്കും. നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മേശ തൊടാതെ മാറിയിരിക്കും. പക്ഷെ അവര് കളർഫുൾ ഡ്രസ്സ് ഇടില്ല. കളർഫുൾ ഡ്രസ്സ് ഇടുന്നത് പ്ലാറ്റിനിയ. പിന്നെ പ്ലാറ്റിന അല്ലേ? പ്ലാറ്റിനിയ എപ്പോഴും ഒരു ഭയങ്കര അവര് കുറെ വളയും അതും ഇതൊക്കെ ഇടും. അല്ല, ഇതൊരു പുരുഷനാണ്. അപ്പം ഡൈ ചെയ്ത് എപ്പോഴും വരത്തുള്ളൂ. പിന്നെ എപ്പോഴും ഭയങ്കര നമ്മള് വലിയ കൊച്ചു ടീനേജ് പിള്ളേരിടുന്ന പോലത്തെ ഷൂ ഒക്കെ ഇട്ടുകൊണ്ടേ വരുള്ളൂ. അതാണ് ഇത് എപ്പോഴും വൈഫിനെ ഇങ്ങനെ എന്തെങ്കിലും തമാശയായിട്ട് കളിയാക്കി പറഞ്ഞോണ്ടിരിക്കും. അയാളുടെ വൈഫിനെ അത് അവളത്രയൊക്കെ പോരാ, ഭയങ്കര സ്ലോയാണ്, അത് ഫാഷൻ ഇല്ല, ഇവള് കുളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഫൈൻ ഫോൾട്ട് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞ ഫാസ്റ്റീഡിയസ്നെസ് എന്ന് പറഞ്ഞത്. സലീം കുമാർ ഡോക്ടർ. അതെ, ഒരു രമാദേവി ഡോക്ടർ, ഒരു ശാന്ത ഡോക്ടർ, ഇവർക്കൊന്നൊരു കോപ്പ് അറിയാൻ പാടില്ലെന്നേ. വെറുതെ ഒക്കെ പൊടിച്ചു കൊടുക്കണല്ലോ, മറ്റേ ഗുളിയൊക്കെ എടുത്ത് കൊടുക്കണ്ടാവും. എന്നിട്ട് ഇവര് നമ്മളോടൊക്കെ വലിയ ആവാൻ ശ്രമിക്കല്ലേ. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. എനിക്കിതൊക്കെ അറിയാൻ പാടില്ല, പക്ഷെ നമ്മളീ പണിക്ക് നടക്കില്ല. ഇതേ എന്നിട്ടാണ് ഈ ചോദിക്കുന്നതൊക്കെ ഓരോ പ്രാവശ്യം ചേച്ചി ഇന്നതിന് എന്ത് കൊടുക്കണം. അപ്പൊ ഞാൻ പറയും ഇത് കൊടുക്കണം. ഇങ്ങനെ പറയുന്ന ഡോക്ടർക്ക് ഏത് മരുന്ന് കൊടുക്കണതാ ചോദിച്ചാ. എന്നിട്ട് ഞങ്ങളെയൊക്കെ ഒന്നും അറിയില്ലെന്ന് പറയുകയും ചെയ്യും അല്ലേ? നോക്കിക്കോട്ടെ ഇനി എന്തെങ്കിലും ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്ന ഡോക്ടർക്ക് ഏത് മരുന്ന് കൊടുക്കും? അതെ, അതാണ് ചോദിക്കുന്നത്. ഇങ്ങനെ പറയുന്ന രോഗിക്ക് എന്താ കൊടുക്കണമെന്ന് ചോദിക്കില്ല. ഡോക്ടർക്ക് ഇങ്ങനെ ഡോക്ടർമാര് ഇതൊന്നും നമുക്കറിയാൻ പാടുന്നില്ല. അവരൊക്കെ വെറുതെ ഇങ്ങനെ ജാട കളിക്കണത്. ഇതിനെന്താ മരുന്ന് കളിക്കണം? മറ്റുള്ള ഡോക്ടർമാരുടെ മകത്വം സമ്മതിക്കില്ല. എനിക്ക് അതുപോലെ അറിയാഞ്ഞിട്ടൊന്നും അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. അവർക്ക് പ്രാക്ടീസ് ഉണ്ടാവില്ല. അവർക്കൊക്കെ ഞാൻ പ്ലാറ്റിനെ കൊടുക്കുക. അവരിങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ താഴ്ത്തി സംസാരിക്കുമ്പോ കൊടുത്തിട്ടുണ്ടാവും. ചിലര് പൊടിച്ചു കൊടുത്തിട്ടാണെന്ന് പറയും. ആൾക്കാരെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ക്യാൻവാസ് ചെയ്യണതാണ് ഇങ്ങനെയൊക്കെ പറയാറില്ലേ ചിലരെ കുറിച്ചൊക്കെ. സലീമേ, അത് അസൂയ. അതാ ചോദിച്ചത്. അപ്പൊ അത് ഹൈ ഡോസ് കൊടുക്ക. അതല്ല, നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ ചില ഡോക്ടർമാര് പലപ്പോഴും നമ്മളിങ്ങനെ സംസാരത്തിൽ കയറിയുമ്പോ അവരുടനെ നമ്മള് വേറെ ഡോക്ടർ നല്ലതാണെന്ന് പറയുമ്പോ ഇവരെ ചെറുതാക്കി കാണിക്കുന്ന അവർക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് പിന്നെ അവരത് സലീം കുമാർ ഡോക്ടർ, മാഡത്തിന് ഒരു നന്ദിയും കൂടെ പറയണേ. നമ്മുടെ സമയം 10:30. അതല്ല, യഥാർത്ഥത്തിൽ ഇന്നത്തെ കേസ് പ്രസന്റ് ചെയ്തത് പത്മപ്രിയ ഡോക്ടറാണ്, രമാദേവി ഡോക്ടർ ആരാണ് എനിക്കറിയില്ല. ഞാൻ വന്നപ്പോ പകുതി ഇന്ന് അമ്പാടി മാഡത്തോടൊപ്പമാണ് നമ്മള്. പക്ഷെ അമ്പാടി മാഡം നേരത്തെ തന്നെ എല്ലാരെയും വിളിച്ച് എല്ലാം അറേഞ്ച് ചെയ്തിരുന്നു സഹായിക്കണമെന്നുള്ളത്. അങ്ങനെ രാവിലെ മുതൽ പനിയായിരുന്നു, ഇന്നലെ രാത്രി മുതല്. പക്ഷെ പനിയാണെന്ന് തോന്നുന്നില്ല. പനിയാന്ന് പറഞ്ഞു. ഞാൻ ഹരി ഡോക്ടറെ വിളിച്ച് പറഞ്ഞു രവയ്ക്ക് പനിയാ സഹായിക്കാം. ഞാൻ വിചാരിച്ച അവശയായിട്ട് കിടക്കുവാന്നാ ഞാൻ വിചാരിച്ചു. ഞാൻ അഗ്നിമണിയാണ്. ഒന്നും അങ്ങനെ വെളിയിൽ ആരെയും കാണിക്കില്ല. എനിക്ക് എത്ര ദുഃഖം ഉണ്ടെങ്കിലും ഞാൻ മറ്റുള്ളവരെ അറിയിക്കില്ല. അത് ഞാൻ അഗ്നിമണിയാ, ടിപ്പിക്കൽ അഗ്നിമണിയാ. അപ്പൊ ഞാൻ ഒരു പേരിനൊരു നന്ദി പറഞ്ഞേക്കാം. രമചേച്ചിക്ക് ഒരു നന്ദി പറയാന്ന് പറഞ്ഞാൽ അതിസാഹസമായി പോകും. കാര്യം ഇത് നമ്മളിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പലർക്കും. അപ്പൊ കൂട്ടത്തില് രമചേച്ചിക്കും, കൂട്ടത്തില് ശാന്ത ചേച്ചിക്കും, പത്മപ്രിയ ചേച്ചിക്കും. പത്മപ്രിയ ചേച്ചി എന്ന് വിളിക്കാൻ പോകുന്ന എനിക്കറിയാൻ പാടില്ല, എന്നെക്കാൾ വളരെ പിന്നെ ഹരിഹരൻ ഡോക്ടർക്കും ഇവരൊക്കെ പലരും ഇപ്പൊ ഹരിഹരൻ ഡോക്ടറൊക്കെ എനിക്ക് പുതിയ ഗുരുക്കന്മാരായി. ഇതിനകത്ത് IFH വന്നപ്പോഴേക്കും
അപ്പൊ അതുപോലെ ഗുരുക്കന്മാരുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവർക്ക് വലിയ എല്ലാവർക്കും വലിയ ഈ താരങ്ങളായി, അതെ അതെ ശിവൻ ഇന്ന് താരങ്ങളായി. ഈ വേദിയെ സോറി അലങ്കരിപ്പിച്ച അല്ലെങ്കിൽ ഈ വേദിക്ക് വേണ്ടത്ര ഭാഗ്യമാക്കി തന്ന എല്ലാവർക്കും IFPHന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. നന്ദി ആ, ഡോക്ടറെ. ആ. കർക്കിടക ഭംഗിയായിട്ട് ഹാൻഡിൽ ആശംസകൾ ചെയ്ത വന്നിട്ടുണ്ട്. കർക്കിടക ആശംസകള് ദേവൻ ഡോക്ടർ കർക്കിടക ആശംസകൾ. ശരിയാ ശരിയാ. കാരണന്മാരെ ഒന്നും പറഞ്ഞില്ലല്ലോ, ബിസിനസ്സേട്ടെ ഒന്നും പറഞ്ഞില്ലല്ലോ, കേട്ടില്ലേ? ആരാ? ആരും കേട്ടില്ല. സാറ് സാറ് ഉണ്ടായിരുന്നു. സാറ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഉണ്ട് മ്യൂട്ടാ. ഉണ്ട് ഡോക്ടറെ. എന്തെങ്കിലും പറയണേ, എന്തെങ്കിലും പറയൂ സേട്ട് സാറേ. നോക്കട്ടെ. സാറ് കോഹോസ്റ്റ് ആണ്. സാറിനെ അഡ്മിറ്റ് ചെയ്യാം. സാർ ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ട് ഡോക്ടർ ഉണ്ട്. സാറിന്റെ ചിലപ്പോഴേ ഇന്നാളും ഇതുപോലെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ അല്ല, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നാളെ നമ്മൾ വയനാടിനൊപ്പം എന്നൊരു പ്രോഗ്രാമാണ് വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയാണ്. നന്ദി. എന്ത് പറയാനാ നാളത്തെ കാര്യം? ഇന്നത്തെ സമയം 2-3 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഏതായാലും അമ്പാടി മാഡം അസൂയയിൽ തുടങ്ങി ഒരു വലിയ വിജയമായി തീർന്നു. അതിനോട് പങ്കുചേർന്ന എല്ലാ ഡോക്ടേഴ്സിനോടും പ്രത്യേകിച്ച് അമ്പാടി മാഡത്തോടും പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മളുടെ 1432 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. ഗുഡ് നൈറ്റ്.